അയ്യോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ദാമോദരൻ ചേട്ടൻ സ്പോൺസർ ചെയ്യുന്ന മമ്മൂട്ടി എല്ലാവരുടെയും വീട്ടിൽ കൃത്യം 6 മണിക്ക് എത്തിച്ചേരുന്നതായിരിക്കും. മമ്മൂട്ടി വരുമോ? മമ്മൂട്ടി വരുന്നുണ്ട്. എന്റെ അമ്മയൊക്കെ ഒരേ സന്തോഷം. എനിക്കറിയത്തില്ല, വീടാകുമ്പോൾ അലങ്കോലമായിട്ട് പെട്ടെന്ന് റെഡിയാക്കി. എന്നാലും എനിക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. നോട്ടീസ് മമ്മൂട്ടി വരുമോ? പിന്നെ അല്ലാണ്ട് എടാ ആറ്റിറമ്പിലെ തുമ്മി. എടാ ഇത് മമ്മൂട്ടി നാടാണത്. പിന്നെ എല്ലാ വീട്ടിലും വൈകുന്നേരം കുമ്മാട്ടി എത്തിച്ചേരും. നാട്ടുകാർ മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില സാങ്കേതിക കാരണങ്ങളാൽ മമ്മൂട്ടിക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ വീട്ടിലും കുമ്മാട്ടി വരുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? അപ്പൊ ഓൺ ആഘോഷിച്ചു. എന്റെ പൊന്നളിയാ, ഓണമായിട്ട് നീ കുബേർ കുഞ്ചിയുടെ ഫ്ലോട്ട് ഇറക്കിയത് അടിപൊളി. ഉരുണ്ടുപോയത് കുബേർ കുഞ്ഞിന്റെ അച്ഛൻ്റെ ആരാ? മാവേലി. മാവേലി ഇവനെ ഞാൻ എവിടെ? അവനല്ല. ഗോൾഡൻ റൗക്ക് ഇട്ടവനെ ഓടരുത്. എവിടെ? അതവനല്ല. നിന്റെ പേരെന്താ? ഷിബു. ഷിബു അതവനല്ല. അല്ല. വീടെവിടാ? പുളിഞ്ചോട്. പുളിഞ്ചോട് ഷിബു. ഇതിപ്പോ നമ്മുടെ നാട്ടുകാരല്ലേ. കഴിഞ്ഞ കൊല്ലം പറ്റിച്ചിട്ട് പോയിട്ട് താമരേ കണ്ണോ പിന്നെ ആ ചേട്ടാ, കഴിഞ്ഞ കൊല്ലം മുങ്ങി നടന്ന ഒരു പയ്യല്ലേ? കഴിഞ്ഞ കൊല്ലം മുങ്ങിയേ പുള്ളി വന്നിട്ടുണ്ട്. മാവേലി എത്രയും പെട്ടെന്ന് പോലീസ് ഗ്രൗണ്ടിലോട്ട് വന്ന മാവേലിയുടെ കൂടെ കിടുക്കാച്ചിയായിട്ടൊരു ഫോട്ടോ എടുക്കാം. ഒരു സെൽഫി അവ ഒരു കടിഞ്ഞൂൽ പൊട്ടനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്റെ പൊന്നു വാമന. പാവനല്ല മാവേലി. പുഴുങ്ങാനായിട്ട് എന്റെ പൊന്നു മാവേലി. ഇത്തവണ എന്റെ ഭാര്യ സീത ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഓണം അടിപൊളിയായനെ മാവേലി. ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോയതല്ലേ, സങ്കടം കാണും. ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോയാലുള്ള സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വൈകിട്ടെന്റെ വീട്ടിലോട്ട് വരുന്നു. എന്റെ താമരക്കണ്ണ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇല്ലടാ, ഭാര്യ മരിച്ചു പോയ ഞാൻ ഇവിടെ കന്ന് ഒറ്റക്കാലിൽ ഭാര്യ നടക്കാടാ. ഈ മരിച്ചു പോണവരൊന്നും നമ്മളെ വിട്ടു പോകുന്നില്ല. ഇല്ല, അവര് നമ്മുടെ പുറകിൽ തന്നെ കാണും. അവരിവിടെ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് മരിച്ചു പോയൊരു ആകാശത്തിൽ ഒരു നക്ഷത്രമായി മാറും. പൈസനത്തെ നക്ഷത്രമൊന്നും ഇല്ലല്ലോ. ആ കാണുന്ന കുഞ്ഞു നക്ഷത്രം കണ്ടു, അതാണ് നിന്റെ ഭാര്യ. അതാണ് സീത. അതാണ് എന്റെ ഭാര്യ. സമാധാനിപ്പിച്ച എന്നതാണോ ഇപ്പോഴും ആരേക്കും അവളുടെ പുറകെ നടപ്പുന്നുണ്ട്. ആ കുഞ്ഞ വാൽനക്ഷത്രം കണ്ടോ? അതവനാ. ജീവിച്ചിരുന്നപ്പോഴും അവളുടെ പുറകെ അവൻ കറങ്ങുമായിരുന്നു. ഉണ്ടേ ഒരു ചെറിയ കല്ലും കിടത്തടാ. ഒരു മിനിറ്റ്. എന്നതിനാടാ അവനെ നീ ആ എറിഞ്ഞിടുവേ. ഓറഞ്ച് തലയാ. ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നാലും ഞാൻ അവനെ കൊല്ലും. എന്നാ പോടാ. അല്ല, പുള്ളിക്കാരൻ ഒരു കല്ലെടുക്കാൻ പറഞ്ഞു. അത് കേട്ടത് വേറെ എന്റെ വേഗം ഒരു ഒറ്റക്കുണ്ടല്ലോ. അവനൊന്നും ചെയ്യില്ലേ അമ്പുചാച്ച, അവനൊന്നും ചെയ്യില്ലേ. അപ്പൊ നല്ല ഒന്നാന്തരം കലാകാരനാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഞാൻ പറഞ്ഞ ഫാൻസ് ഉണ്ടെന്ന്. എന്നാലും നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചാരോടാ നിന്നോട്. അപ്പൊ അതാരാ? നീ. ഞാനല്ലോ. എന്റെ പൊന്നു മോനെ, ഈ ജാതിക്കാമരം മൂലം നിൽക്കാതെ വല്ല പണിക്കും പൊക്കൂടാ നിനക്ക്. ചേട്ടാ, എന്റെ പപ്പായും കഴിഞ്ഞ ആഴ്ച ഇതേ വർത്താനം എന്നോട് പറഞ്ഞു. അയ്യോ, എന്റെ പപ്പ എന്നോട് പറഞ്ഞു, പപ്പായ്ക്ക് ഇനി പണിയെടുത്ത് കുടുംബം നോക്കാൻ പറ്റത്തില്ല. ഓ എന്റെ പൊന്നുമോനെ, അഞ്ചരക്കണ്ണ ഇരട്ടക്കണ്ണ എടാ, അപ്പനെ പഠിക്കൂടല്ലോ. ഇല്ല, പഠിക്കാൻ വിട്ടില്ല. ഞാൻ ലാസ്റ്റ് അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. എന്റെ പൊന്ന് എന്നാ പരിഹാരം കണ്ടുപിടിച്ചേ? അതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് അമ്മൂമ്മ ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് വിട്ടു. മോന്റെ അച്ഛനോട് എന്ന് പറയണം, മാമൻ നല്ല ഇനം വാഴ വിത്തുകൾ വെക്കുന്നുണ്ട്, വന്ന് വാങ്ങിക്കാൻ പറയണം. എന്തിനാ മാമ? കൊലവെട്ടി ഞങ്ങൾ ജീവിക്കട്ടെ. ആ പാവം കൊലവെട്ടി. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന്. നിനക്ക് ആര് പെണ്ണ് തരൂടാ? ആര് പെണ്ണ് തരൂ? ഞാൻ ഇന്നലെ കണ്ടെത്തിയേട്ടാ എന്റെ സ്വപ്നത്തിലെ നായികയാണ്. പ്രസിഡന്റ് ഇത് കേൾക്കണം, കാരണം പ്രസിഡന്റ് ആണ് എന്റെ മെയിൻ കാരണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബിന്റെ കുറി വെക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ജലചേച്ചിയുടെ വീട്ടോട് കയറി ചെന്നപ്പോ ആ വീട്ടിൽ ആരുമില്ല. ഞാൻ പയ്യെ കഥക് തുറന്ന് അകത്തേക്ക് കയറി ചെന്നപ്പോ ജലചേച്ചിയുടെ മോൾ ഒറ്റയ്ക്കിരുന്ന് ആ വീട്ടിൽ TV കാണുന്നു. ഞാനപ്പോ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ കണ്ടിയേട്ടാ. ഞാൻ ആ കണ്ണുകളിൽ കണ്ടിയേട്ടാ പൂക്കളുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ഫ്ലവേഴ്സ് TV കണ്ടോണ്ടിരുന്ന പെണ്ണിന്റെ കണ്ണില് പിന്നെ പൂക്കളല്ലാതെ എന്നാ
എന്നാലും നിന്നെ ഞാൻ നിങ്ങളിപ്പോ ചന്തിപ്പിച്ചിതാറിയാ നിന്റെ അപ്പൊ ഞാനല്ലേ? അയ്യോ അംബുജാക്ഷ എന്നെ മോനെ ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇല്ല. എന്നാലും ഞാൻ ചോദിക്കാം. ഞാൻ സ്കൂളിൽ കുറെ പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ആഹാ. എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരൂ? അയ്യോ അതെന്നെ അങ്ങനെ ചോദിക്കുന്നേ, പാവം തോന്നുവാണല്ലോ. ഇത് നമ്മുടെ നാട്ടുകാരുടെ പരിപാടിയല്ലേ, നമ്മുടെ ക്ലബ്ബല്ലേ, അതെ. നമ്മുടെ സ്പീക്കർ, നമ്മുടെ മൈക്ക്, നമ്മുടെ ആംപ്ലിഫയർ. സ്നേഹത്തോട് പറയുക, തരത്തില്ല. പക്ഷേ ഒരുപാട് യുവാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. യുവാക്കൾക്ക് നല്ലൊരു ഓണ സന്ദേശം കൊടുക്ക്. വേണം വേണ്ട ഇല്ല, ഒരെണ്ണം കൊടുക്കണം. നല്ലൊരു ഓണം, നല്ലൊരു ഓണം. ഞാൻ കൊടുക്കാം കൊടുക്ക്. പിള്ളേരെല്ലാരും ഫോണിൽ റെക്കോർഡ് ചെയ്യുക, എഴുതിയെടുക്കുക. എന്താന്ന് വെച്ചാൽ ചെയ്തോ. ചേട്ടൻ നല്ലൊരു ഓണ സന്ദേശം തരാൻ പോവാ. പറ. പ്രിയപ്പെട്ട യുവജനങ്ങളെ, എല്ലാരും എഴുതിയെടുത്തോ. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓണ സന്ദേശം എന്തെന്നാൽ, ചതയത്തിന് ബിവറേജ് അവധിയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാക്ക് സാധനം മേടിക്കാതിരിക്കാം. മേടിച്ചു വെച്ചോ. ചെറുക്ക ഇല്ലെങ്കിൽ നിനക്ക് സാധനം കിട്ടൂല. ഇതൊരു സന്ദേശമല്ലേ? ഞാൻ വല്ല തെറി പറഞ്ഞാ കൂടി പോ. നീ പാട്ട് പാടിയാ മതി. ഞാൻ പാട്ട് പാടി പാട്ട് പാട്. വിഷയമില്ലല്ലോ. ഇല്ല, ഒരു വിഷയമില്ല. മൈക്കിൽ കൂടി ഏമ്പക്കം വിടുന്നവൻ ആദ്യമായിട്ട് ഞാൻ പിന്നെ പറയും കേട്ടോ. ഞാൻ പക്കം വിട്ടല്ല, ശ്രുതി പിടിച്ചാണ്. പിടിച്ചതാണ്. പാട്ട് പാട്ട്. കുട്ടാ കുട്ടാ ഇവൻ ഇങ്ങനെ പാടുന്നു. കൂട്ടാ കൂട്ടാ തലയല്ലേ കുട്ടാ കൂട്ടാ കൂട്ടന്റെ 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 അച്ചാച്ചി വരുമ്പോ തക്കാളി കൊണ്ടുവരൂ. ഞാൻ പോണു. തക്കാളി 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 കൊണ്ടുവരൂ. വെണ്ടക്ക കൊണ്ടുവരും. നിനക്ക് എവിടെ നിന്ന് സമ്മാനം കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന്. നിനക്ക് കിട്ടിയതല്ല, പിന്നെ നീ എടുത്തോണ്ട് ഓടി. ഇവിടെ ഇത്ര അനൗൺസ്മെന്റ് ബാക്കി കിടക്കുമ്പോൾ അവന്റെ എന്റെ പൊന്നെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, വൈകുന്നേരം നടക്കുന്ന വടംവലിക്ക് ഒന്നാം സമ്മാനം തക്കാളി കൊണ്ടുവന്നിട്ട് എല്ലാ വിട്ടു പോണം. ഇപ്പൊ ബാക്കി പറ. പ്രിയപ്പെട്ട നാട്ടുകാരെ, വൈകുന്നേരം നടക്കുന്ന വടംവലി മത്സരത്തിന് 1 കൊല പഴം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൂൾ മാസ്റ്റർ. എന്റെ അമ്മച്ചി എന്നെ പേരാ എന്നെ പിണങ്ങി നിൽക്കണോ? പറ. കൃഷ്ണദുമ്നൻ സ്പോൺസറുടെ പേര് പറയാതെ ബാക്കി കളിയനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഇല്ലല്ലേ? വൈകുന്നേരം നടക്കുന്ന വടംവലി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോടെ. അതെന്നാ പരിപാടിയോ? അതുപോലെ തന്നെ നാളെ ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രത്യേക നാടകം അമ്മ പറഞ്ഞായിരുന്നു. 101 പിള്ളേരുടെ തന്ത 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാരും വന്ന് കാണണം. ഈ 101 പിള്ളേരുടെ തന്ത എന്തുവാ? മനസ്സിലായില്ലോ? ഇല്ല. നാക്ക് പഠിക്കാനവൻ അത് പറയാൻ പറ്റിയാലോ?